നമസ്കാരം. ഗൾഫ് എയ്റ്റിലേക്ക് സ്വാഗതം. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് വളരെ പ്രത്യേകതയുള്ള ഒരു കാഴ്ചയിലേക്ക് അരനൂറ്റാണ്ടിൽ ഒരിക്കൽ നടക്കുന്ന ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം തുടങ്ങി. നേരത്തെ പ്രവചിച്ചിരുന്നതുപോലെ 9:12 സൂര്യഗ്രഹണം തുടങ്ങിയത്. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലെത്തി വിന്യസിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. US, കാനഡ, മെക്സിക്കോ, നോർത്ത് അമേരിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ സൂര്യഗ്രഹണം ദൃശ്യമാണ്. നാളെ പുലർച്ചെ 2:22 സൂര്യഗ്രഹണം അവസാനിക്കും. ഇന്ത്യയിൽ ഗ്രഹണം കാണാൻ സാധിച്ചില്ല. നട്ടുച്ചയ്ക്ക് പോലും സന്ധ്യയുടെ പ്രതീതി ജനിപ്പിക്കുന്നതാണ് ഇത്തവണ സൂര്യഗ്രഹണം. സ്റ്റോറി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിഷയമാകുന്നത് എങ്ങനെയാണ്? നൽകാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ സന്ദേശം കൂടി ഈ സിനിമാ പ്രദർശനത്തിൽ വായിച്ചു പോകുന്നുണ്ടോ? ഇടുക്കി രൂപതയിലെ പള്ളികളിൽ വിവാദ സിനിമ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു. ദൂരദർശനിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടയിലാണ് രൂപതയിലെ പള്ളികളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചിത്രം പ്രദർശിപ്പിച്ചത്. 10, 11, 12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതെന്നാണ് സൂചനകൾ. അവധിക്കാലത്ത് നടത്തുന്ന വിശ്വാസോത്സവത്തിന്റെ ഭാഗമായാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്ന് രൂപത PRO ജിൻസ് കാരക്കട്ടിൽ പ്രതികരിക്കുകയും ചെയ്തു. ഇത് ലവ് ജിഹാദിനെതിരെ സഭയുടെ ജാഗ്രതയാണോ? അതോ തെരഞ്ഞെടുപ്പ് കാലത്ത് സഭ മറ്റൊരു സന്ദേശം കൂടി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പ്രവാസ ലോകം ചിന്തിക്കുന്നത് എന്താണ്? പരിശോധിക്കുന്നു ഗൾഫ് 18. സ്വാഗതം. ചർച്ചയ്ക്കൊപ്പം ചേർന്നു ഇൻഗാസ് ഭാരവാഹി കോൺഗ്രസ് സഹയാത്രികൻ അജി കുര്യാക്കോസ്, ഇടത് സഹയാത്രികൻ ഷമീർ TP, ഒപ്പം BJP ഭാരവാഹികളിൽ ഒരാളായ രമേശ് മനത്ത് എന്നിവർ. ആദ്യം അജി കുര്യാക്കോസ്, ദൂരദർശൻ ചാനലിൽ പ്രദർശിപ്പിച്ച ചിത്രം കാണണം എന്നാവശ്യപ്പെട്ട് പള്ളികളിൽ കുടുംബ കൂട്ടായ്മകളിൽ സന്ദേശം കൂടി അയച്ച ശേഷമാണ് ഇങ്ങനൊരു ചിത്ര പ്രദർശനത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. ശരിക്കും തെരഞ്ഞെടുപ്പ് കാലമാണ്, പ്രചാരണ വിഷയങ്ങൾ പലതുള്ള സമയത്ത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയം വളരെ ശക്തമായിട്ടൊരു വിഷയമായി ഉന്നയിക്കണമെന്ന് സഭ കരുതുന്നുണ്ടായിരിക്കുമോ? അതോ മറിച്ചെന്തെങ്കിലും ഒരു രാഷ്ട്രീയ സന്ദേശം ഇതിനകത്ത് വായിച്ചെടുക്കണമോ? ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തപ്പോൾ തന്നെ അതിനെക്കുറിച്ച് വളരെ വലിയൊരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ തന്നെ ഇത് വളച്ചൊടിച്ച സത്യങ്ങളെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതിയിൽ ഇവർ പറയുന്നത്, ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞിരുന്നത്, സുദീപ് ബോസൻ പറഞ്ഞിരുന്നത് 32,000 സ്ത്രീകളാണ് കേരളത്തിൽ നിന്ന് ISIS ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അതിന്റെ വിശദ വിവരങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ സിനിമയിലെ ആ ഫസ്റ്റ് സ്ലൈഡിൽ നിന്ന് അത് മാറ്റിക്കളഞ്ഞു. അവർ 3 സ്ത്രീകളെന്ന് മാത്രമാക്കി മാറ്റി. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്കൊരു ഈ ചർച്ച തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്ക് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ഒരു സ്വേച്ഛാധിപതിയെ കുറിച്ച് നമുക്കറിയാലോ. അദ്ദേഹം 3 തരത്തിലാണ് ജനങ്ങൾക്കിടയിലേക്ക് നുണ പ്രചരിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മെയിൻ ക്യാമ്പ് എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ബിഗ് ലൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ബിഗ് ലൈസിൽ അദ്ദേഹം പറയുന്നത്, ആദ്യം വലിയ വലിയ നുണകൾ നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് പറഞ്ഞു പരത്തും. അങ്ങനെ ഈ വലിയ നുണകൾ പിന്നീട് പലപ്പോഴും പറയുമ്പോൾ ജനങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിക്കും. അതിനെ അദ്ദേഹത്തിന്റെ മീഡിയ പാർട്ണറായിരുന്ന ജോസഫ് ഗോബൽസ്, നമ്മൾ ഗീബൽസ് എന്ന് പറയും, ഗീബൽസൺ സിദ്ധാന്തം എന്നൊക്കെ പറയും മലയാളത്തിൽ, അദ്ദേഹം കണ്ടുപിടിച്ച മറ്റു 2 മാർഗങ്ങളിലൂടെയാണ്. ഒന്ന്, ഇത് പല മേഖലകളിൽ നിന്ന് ഈ ആളുകളെ ഇത് അറിയിക്കണം, പല സോഴ്സസിൽ നിന്ന്. അത് നമ്മളിപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നത് പോലെ അന്നത്തെ കാലത്ത് പല സോഴ്സുകളിൽ നിന്നും ഇത് ജനങ്ങളെ അറിയിക്കുക, എന്നിട്ട് ഇത് സത്യമാണെന്ന് തോന്നിപ്പിക്കുക. മറ്റൊന്ന്, ഇത് അർദ്ധസത്യങ്ങൾ കൊണ്ടുവരിക.
ഇപ്പൊ നമുക്കറിയാം 2016 ഇപ്പൊ ഈ ശ്രീ സുജീപോ സെന്നിനോട് ചോദിച്ചു എവിടെ നിന്നാണ് ഇതിന്റെ ഹിസ്റ്ററി കിട്ടിയത്, ഇതിനുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ 2016 ശ്രീ ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ നിന്നാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം പറയുന്നത് 2500ഓളം സ്ത്രീകൾ, ഉമ്മൻചാണ്ടി പറഞ്ഞ 2500ഓളം സ്ത്രീകൾ മതം മാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ ISIS പോയി എന്ന് പറയുന്നില്ല. പക്ഷെ ഇത് ഹെഡിങ്ങില് 2500 സ്ത്രീകൾ കൺവേർട്ടഡ് ഇൻ ടു ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് ഒരു അർദ്ധസത്യമാണ്. അതുപോലെ തന്നെ ശ്രീ VS അച്യുതാനന്ദൻ ഒരിക്കൽ പറഞ്ഞു ഇവിടെ കൺവേർഷൻ ധാരാളമായിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തും ഒരിക്കലും ISIS കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ തെറ്റാണെന്നും ഈ ഡാറ്റാസ് ഒക്കെ തെറ്റാണെന്നുള്ളത് സുപ്രീം കോടതി തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന എന്താണ്? ഇവിടെ ഇപ്പോ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഈ ചില ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിക്കകത്തേക്ക് കുറച്ച് ഭീഷണി അല്ലെങ്കിൽ പേടി വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കിപ്പോൾ മണിപ്പൂരിൽ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു. ഈ ഒരു ഭീഷണി, ഈ ഒരു പേടി ജനങ്ങൾക്കിടയിലേക്ക് ധാരാളമായി വളർത്തിക്കൊണ്ടുവരികയാണ്. നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല 32,000 സ്ത്രീകൾ ISIS കേരളത്തിൽ നിന്ന് ജോയിൻ ചെയ്തു എന്നുള്ളത് യാതൊരു ഡാറ്റയും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിത്രം, കേരള സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു അപവാദപരമായ കേരളത്തിലേക്ക് ഇത്രയും സെക്കുലർ ആയിട്ടുള്ള രാജ്യം, ഇത്രയും സെക്കുലർ ആയിട്ടുള്ള സംസ്ഥാനം ഇന്ത്യയിൽ വേറെ എവിടെയില്ല. അപ്പൊ ഇത്രയും സെക്കുലർ ആയിട്ടുള്ള സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു നടപടികൾ നടക്കുന്നു എവിടെയെങ്കിലും? ആ ചിത്രം നിങ്ങൾ കണ്ടിരുന്നോ? ആ ചിത്രത്തിനകത്ത് ഓരോ സ്ത്രീകളെയും വലിച്ചഴച്ച് അടിച്ച് ഇടിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ISIS കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതൊക്കെ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇല്ലാത്തൊരു കാര്യം വളച്ചൊടിച്ചുകൊണ്ട് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഭീഷണി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഇപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ വർഷം റിലീസായ അല്ല. പക്ഷേ നമ്മൾ ആ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചവർ, അതല്ലെങ്കിൽ സിനിമയുടെ മോട്ടീവ് എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴത് പ്രധാനമായിട്ടും ഇടുക്കി രൂപത ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഇനീഷ്യേറ്റീവാണ് അതിൽ പ്രധാനമാകുന്നത്. ഇത് പറയുന്നത് രൂപതയാണ്. അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ക്രൈസ്തവ സമുദായത്തിനുണ്ട്, നിങ്ങളിത് കാണൂ എന്ന് പറയുന്നിടത്ത് മറ്റൊരു വെർഷൻ ഉണ്ടല്ലോ, പറയുന്നത് മറ്റൊരു വിഭാഗമാണ്, ഒരു സന്ദേശം. ആ സന്ദേശം വരുന്നത് കേരളത്തിനകത്ത് നിന്നാണ്. അല്ല, ഞാൻ പറയട്ടെ മാഡം, ഇതിനകത്ത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഒരിക്കലും ശരിയല്ല. കാരണം ദൂരദർശൻ ഈ സിനിമ ടെലികാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ടെലികാസ്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം ഉണ്ടാവുന്നത്. അപ്പൊ മറ്റൊരു വിഭാഗമാണ് നിങ്ങൾ പറയുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തെ കുറിച്ച് നിങ്ങൾ എടുക്കൂ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും അസ്ഥിരതയായിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു അസ്ഥിരത നിലനിൽക്കുന്നുണ്ട്. ആ അസ്ഥിരത ഇപ്പൊ ഇവിടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് കൺവേർഷൻ നടത്തുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രമേയം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ മറ്റുള്ള ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഈ മേജറായിട്ടുള്ള ന്യൂനപക്ഷത്തിലേക്ക് ആളുകളെ കൺവേർഷൻ നടത്തുന്നു, അവരെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു എന്നുള്ള മോശമായ സന്ദേശം ഈ സിനിമയ്ക്കകത്ത് കൊടുക്കുകയാണ്. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ആ പോയിന്റിലേക്ക് വരാൻ വേണ്ടി, ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ഒരു രൂപത ഇത്തരം ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിന് ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഇങ്ങനെ ഒരു ഭയമുണ്ട് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ അതിന് പിറകിൽ മറ്റെന്തെങ്കിലും തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു വിഷയത്തെ കുറിച്ച് ക്രൈസ്തവ സഭയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അവരാരുടെയോ പ്രേരണയ്ക്ക് വേണ്ടി വിധേയമായിട്ട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സിനിമാ പ്രദർശനം അവിടെ നടത്തിയിട്ടുള്ളത്. അതൊരു രൂപത, ക്രൈസ്തവ സഭ മൊത്തത്തിലല്ല. നാളെ നിങ്ങൾക്ക് അറിയാം, ക്രൈസ്തവ സഭയുടെ മൊത്തത്തിലുള്ള ഒരു പ്രസ്താവന നാളെ വരുന്നതായിരിക്കും. ആ പോയിന്റ് വ്യക്തമാണ് അജി. ഞാൻ തിരികെ എത്താം. ഷമീർ, മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് കേരള സ്റ്റോറി കൊണ്ടുവന്ന് അതൊരു വർഗീയ വിഷയം കലർത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇപ്പൊ ദൂരദർശൻ ഈ സിനിമ സംരക്ഷണം ചെയ്യുന്ന ഒരു സമയത്താണെങ്കിൽ ആ തരത്തിൽ പറയാം. പക്ഷെ ഇത് ഇടുക്കി രൂപതയുടെ ഭാഗത്തു നിന്നാണ്. ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റികൾ ഉണ്ട്, ഇത്തരത്തിലുള്ളൊരു ലവ് ജിഹാദ് നടക്കുന്നുണ്ട്, അത് ക്രൈസ്തവ സമുദായത്തിനെതിരായിട്ടുള്ള നീക്കമാണ് എന്ന് പറഞ്ഞ മറ്റു രൂപതാധ്യക്ഷന്മാരുള്ള നാടാണ്. ആ നാട്ടിലാണ് ഒരു രൂപത ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന്, ഇതാദ്യമായിട്ടുള്ള കാര്യമല്ല. രണ്ടാമത്തത്, ഇത് പുറത്തുനിന്ന് ഇമ്പോസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറയാൻ കഴിയുകയില്ല. ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയാണോ, അതോ മറ്റൊരു രാഷ്ട്രീയ സന്ദേശം ഇതിനകത്തുണ്ടോ? അപർണ, ആരോഗ്യ സൂചികയിലും വിദ്യാഭ്യാസ സൂചികയിലും സാമൂഹ്യ മുന്നേറ്റത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു സംസ്ഥാനത്തെ സംഘപരിവാറിന് കീഴ്പ്പെട്ടിട്ടില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഒരു വെറുക്കപ്പെട്ട സ്ഥലമായും അതല്ലെങ്കിൽ ഭീകരരുടെ വാസസ്ഥലമായും ഒക്കെ
അവതരിപ്പിച്ച കേരള റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫിലിം, അല്ലെങ്കിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ സംഘപരിവാറിന്റെ പ്രൊപ്പഗാൻഡയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ജനങ്ങൾ ആ രീതിയിൽ തന്നെയാണ് ആ സിനിമയെ സമീപിച്ചിട്ടുള്ളതും. എന്നാൽ ഇന്ന് നടന്ന സംഭവം, ഇടുക്കിയിലെ രൂപത ആ സിനിമ അവരുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഗതി വളരെ ഞെട്ടലോടെയാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിലും കേരളത്തിൽ മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ ആ വാർത്തയെ കണ്ടത്. തീർച്ചയായും അതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാറട്ടെ എന്നാണ് ഈ സാഹചര്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ചരിത്രത്തിലെ ഒരു പ്രത്യേക സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചപ്പോഴാണ് അത് ഓർമ്മ വന്നത്. ജൂതന്മാരെ കൂട്ടക്കൊലക്കായി ഹിറ്റ്ലർ കൊണ്ടുപോകുമ്പോൾ അവർ കൊണ്ടുപോകുന്നത് മരണത്തിലേക്കാണെന്ന് തിരിച്ചറിയാതെ ഇവരെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ സൈഡ് സീറ്റിന് വേണ്ടി, അരികുവശത്തുള്ള സീറ്റിന് വേണ്ടി അടികൂടുന്ന ജൂതന്മാരെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് ആ ഒരു ചിത്രമാണ് ഇവർ ഇപ്പോൾ ഇടുക്കിയിലെ രൂപത ഈ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു സന്ദേശം നടത്താൻ വേണ്ടി, അതല്ലെങ്കിൽ ഒരു സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം സത്യത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, അതല്ലെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ ക്രിസ്ത്യൻ മത സമൂഹം ഇവിടെ അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും കാലം ജീവിച്ചതുപോലെ മതേതരത്വബോധത്തോടെ അല്ലെങ്കിൽ വളരെ കമ്മ്യൂണൽ ഹാർമണിയോടെ ജീവിച്ചു പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർ പ്രദർശിപ്പിക്കേണ്ടിയിരുന്നത് മണിപ്പൂരിലെ ജീവിത യാഥാർത്ഥ്യങ്ങളായിരുന്നു. നഗ്നരായി സ്ത്രീകളെ വലിച്ചിഴച്ചതും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതും, അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന പള്ളികൾക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും നടത്തുന്ന മാർച്ചുകൾക്കും കൂട്ടക്കൊലകളും എല്ലാം നമ്മുടെ മുമ്പിൽ ദൃശ്യമാണ്. നമുക്കിടയിൽ മാധ്യമങ്ങളിലൊക്കെ അത്തരം വീഡിയോകൾ നമുക്ക് ലഭ്യമാണ്. സത്യത്തിൽ അവരുടെ പള്ളികളിലും അവരുടെ വിശ്വാസ കൂട്ടായ്മകളിലും അവരുടെ വിദ്യാർത്ഥികളുടെ മുമ്പിലുമൊക്കെ പ്രദർശിപ്പിക്കേണ്ടിയിരുന്നത് അത്തരം വീഡിയോകളായിരുന്നു. എന്നാൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു കേരളത്തിന്റെ മനസാക്ഷിക്ക് ആർക്കും ബോധ്യമല്ലാത്ത, ആരും തിരിച്ചറിയാത്ത, അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്ത ഒരു സിനിമയെ സംഘപരിവാറിന്റെ ജിഹ്വകളായി അവതരിപ്പിച്ചത് കേരളം വളരെ ലജ്ജയോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിന്റെ പിന്നിൽ ഇത് കേവലം പുതിയ വിഷയത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഷമീർ, ഇതുവരെ ഇല്ലാതിരുന്ന, ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിവസങ്ങളിൽ ഒന്നും ഇല്ലാതിരുന്ന മറ്റൊരു വിഷയത്തിലേക്ക് കൂടി, ഒരു പ്രചാരണ വിഷയം കൂടി ഇതിനകത്ത് കൊണ്ടുവരണം എന്ന് ആരെങ്കിലും ഒക്കെ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു പുതിയൊരു വിഷയത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുന്നുണ്ടോ? തീർച്ചയായും അപർണ, ഇപ്പോൾ കേരളത്തിൽ സംഘപരിവാറിനെതിരെ വലിയൊരു വികാരം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വികാരം നിലനിൽക്കുന്നുണ്ട്. മണിപ്പൂർ പോലെയുള്ള കലാപ പ്രദേശങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ക്രിസ്ത്യൻ മതസമൂഹം മൊത്തത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തന്നെ നാം ഈ അടുത്ത ദിവസങ്ങളിൽ വൈദികർ കൃത്യമായ സന്ദേശം സംഘപരിവാറിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ, അതല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികൾ അവർക്ക് വോട്ടഭ്യർത്ഥിച്ചു വരുമ്പോൾ സംഘപരിവാറിന്റെ സ്ഥാനാർത്ഥികളോട് കേരളത്തിലെ മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യൻ മതപുരോഹിതർ, വൈദികരൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഇത്തരം സന്ദേശം കേരളത്തിൽ ശക്തമാണ് എന്നുള്ള തിരിച്ചറിവിൽ സംഘപരിവാറിന്റെ കൃത്യമായ അജണ്ടയോടെയാണ് ഇന്ന് ഇടുക്കി രൂപതയിൽ നിന്നുള്ള ഈ വാർത്ത പുറത്തു വരുന്നത്. ഓക്കെ, ഞാൻ തിരികെ എത്താം. രമേശ് മനത്ത്, BJP എന്താണ് കരുതുന്നത്? കേരളത്തിൽ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള സ്റ്റോറി കൂടി ഒരു പ്രചാരണ വിഷയമാകണം എന്ന് BJP കരുതുന്നുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഷമീർ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു വർഗീയമായ അജണ്ട ഉണ്ടാക്കി ജയിക്കേണ്ട ഒരു ഗതികേട് ഞങ്ങളെ സംബന്ധിച്ചില്ല. കാരണം എന്താണെങ്കിൽ ഞങ്ങള് ഈ പറഞ്ഞ 300 മുകളിൽ സീറ്റുള്ള, ഇപ്പോൾ പാർലമെന്റിൽ സീറ്റുള്ള, ഇന്ത്യയിൽ ഒരു 40% വോട്ടുള്ള 18 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന വലിയൊരു പാർട്ടിയാണ്. മറിച്ച് സംസ്ഥാനീകരിക്കുന്ന ഇടതുപക്ഷത്തെ പോലെ 2% വോട്ടും 3 MP-മാരുമായിട്ട് ഒരു ചെറിയ കനൽത്തരിയായ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങളുടേത്. രണ്ടാമത്തെ കാര്യം, കേരള സ്റ്റോറി പോലെയുള്ള ഒരു സിനിമ, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് എപ്പോഴും നമ്മൾ മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന ISIS എന്ന പ്രസ്ഥാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ നിന്നും ജോയിൻ ചെയ്തത് ഏത് സംസ്ഥാനത്തു നിന്നാണ്? നിർഭാഗ്യവശാൽ അത് നമ്മുടെ എന്താണ് അജയ് ഗുരുവാസ് എന്ന് പറയുന്നത്? അജയ് ഗുരുവാസിന് മൈക്ക് മ്യൂട്ടാണ്. അജയ് ഗുരുവാസ് കേൾക്കുന്നില്ല. കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും
അതിലേക്കാണ് വരുന്നത് അജയ് കുര്യാക്കോസ്, താങ്കൾ വിഷമിക്കാതിരിക്കൂ. ഓക്കെ, ഇത് കേരളത്തിൽ ഇത്തരത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് അന്നത്തെ DGP ആയിരുന്ന ജേക്കബ് പുന്നൂസ് ആണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് 2009 ഇന്ത്യൻ ഹൈക്കോടതി മുമ്പായി കൊടുക്കുന്നത്. 2009 ഈ കൊടുത്ത സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന P. ശങ്കരൻ എന്ന് പറയുന്ന ജഡ്ജി അദ്ദേഹം ഇതിന്റെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയുണ്ടായത്. അന്ന് അദ്ദേഹം പറഞ്ഞത് സൗത്ത് ഇന്ത്യയിൽ നിന്നും ഏകദേശം 2000 മുതൽ 3000-ഓളം പേർ ഇത്തരത്തിൽ മതം മാറ്റപ്പെട്ടിട്ടുണ്ട്, പ്രണയം നടിച്ചുകൊണ്ട് മതം മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ അടിസ്ഥാനത്തിലാണ് ഈ കേസിന്റെ ഈ പാനിക്കാവല്ലേ, അജയ് കുര്യാക്കോസ്, ഞാൻ പറഞ്ഞു താങ്കൾ കേൾക്കാതെ വെടിവെച്ചിട്ട് കാര്യമില്ല. കാരണം താങ്കൾ ഇപ്പൊ ഡബിൾ സ്റ്റാൻഡിലാണ്. കാരണം ഉമ്മൻചാണ്ടി പറഞ്ഞത് തള്ളി പറയുന്ന ഡബിൾ സ്റ്റാൻഡിലേക്കാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നല്ലോ, താങ്കൾ മിണ്ടാതിരിക്കും. ഓക്കെ, അപ്പോൾ ISIS-ലില്ല ലവ് ജിഹാദ് മുഖേന മതം മാറ്റപ്പെട്ട 2000 മുതൽ 3000 കുട്ടികൾ ഉണ്ട് എന്ന് 2009 സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ DGP ആയിരുന്നു ജേക്കബ് പുന്നൂസ് ആണ്. അന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലോ കേരളത്തിലോ ഭരിക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ. അതിനുശേഷം ഇത്തരത്തിൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മുന്നോട്ട് വന്നത് നിമിഷ എന്ന് പറഞ്ഞ് പിന്നീട് ഫാത്തിമ എന്ന പേരിൽ മതം മാറ്റി ISIS-ൽ ജോയിൻ ചെയ്യപ്പെട്ട കുട്ടിയുടെ അമ്മ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ അന്വേഷണം വരുന്നതും. ഇതിന് ഒരു വലിയൊരു ഐസ് മലയുടെ ചെറിയ ടിപ്പ് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെന്നും അതിന്റെ അപ്പുറത്തേക്ക് ഇതിന് വലിയ വ്യാപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 4 പെൺകുട്ടികൾ മതം മാറി ISIS-ലേക്ക് കൊണ്ടുപോയി. പ്രണയിക്കുന്നത് തെറ്റല്ല, മതം മാറുന്നത് തെറ്റല്ല. അല്ല രമേശ്, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ലവ് ജിഹാദ് ഇവിടെ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു വിഷയത്തിനപ്പുറത്തേക്ക് BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ തവണയും ഉന്നയിക്കപ്പെട്ടിരുന്ന വിഷയങ്ങളുണ്ട്. അതിനകത്തൊന്നും ഇത് ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ BJP പറഞ്ഞതിനകത്തൊന്നും ഈ വിഷയം ഉണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടി പ്രചാരണ വിഷയമാകണം, അതുകൂടി ചർച്ച ചെയ്യപ്പെടണം എന്ന് BJP കരുതുന്നുണ്ടായിരിക്കുമോ? BJP ഒരിക്കലും അത്തരത്തിൽ വർഗീയമായിട്ട് പ്രീണനം ഉണ്ടാക്കി സ്പ്ലിറ്റ് ഉണ്ടാക്കി വോട്ട് നേടണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയല്ല. മറിച്ച് മതേതരമായിട്ട് ന്യൂനപക്ഷങ്ങളെ ഇത്തരത്തിൽ ഭയവിഹ്വലരാക്കിക്കൊണ്ട് ഇപ്പോൾ വോട്ട് നേടുവാൻ ശ്രമിക്കുന്ന നമ്മുടെ ഇടതുപക്ഷ പാർട്ടികളാണ്. മുമ്പ് ഇത് ചെയ്തിരുന്നത് ന്യൂനപക്ഷ പ്രീണനം വളരെ ശക്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ് എങ്കിൽ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ഇടയിൽ ഭയവിഹ്വലത ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ എന്തെല്ലാമോ കവർന്നെടുക്കുവാനായി നരേന്ദ്രമോദി വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭയം വിതച്ചുവിടുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ്. നമുക്കറിയാം, ഇപ്പോ മുത്തലാഖ് നിരോധനത്തിന് ശേഷം പറഞ്ഞു BJP-ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ മുത്തലാഖ് നിരോധനത്തിന് ശേഷം മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ മുഴുവൻ നോർത്ത് ഇന്ത്യയിൽ ജയിച്ചു കയറിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കാരണം അവിടുത്തെ സ്ത്രീകൾ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ കേരള സ്റ്റോറി എന്ന പേര് ഒരു പക്ഷെ വരാനുള്ള കാരണം പോലും എനിക്ക് തോന്നുന്നു 4 പേരാണ് ഇപ്പോൾ സ്ത്രീകളായിട്ട് ഇന്ത്യയിൽ നിന്നും ISIS-ൽ പോയിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇടയിൽ കയറി സംസാരിച്ചിട്ട് കാര്യമില്ല. സോണിയ സെബാസ്റ്റ്യൻ എന്ന അലീഷ, നിമിഷ എന്ന ഫാത്തിമ, മെറിൻ ജേക്കബ് എന്ന മറിയം ആൻഡ് റഫീല, ഈ 4 പേരെ പ്രണയം നടിച്ച് മതം മാറ്റുകയും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, ഞാൻ അപ്പോൾ എടുത്തു പറയട്ടെ, പ്രണയം നടിച്ച് മതം മാറ്റുകയും വിവാഹം ചെയ്യുകയും അതിനുശേഷം അവരെ ഒരു മറ്റ് പല രാജ്യങ്ങൾ വഴി ഇറാഖിലെയോ സിറിയയിലെയോ. അപ്പോൾ രമേശ്, എനിക്ക് അപ്പോഴും മനസ്സിലാവാത്തത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വികസനം നടപ്പാക്കി, വികസനത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ്. അതിനിടയിൽ ഈ ഒരു വിഷയം പ്രചാരണ വിഷയമാക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി രൂപതയാണെങ്കിൽ പോലും ഞാൻ BJP-യുടെ ഒരു സ്റ്റാൻഡ് എനിക്ക് ഇതിനകത്ത് അറിയണമല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഈ സിനിമ ഇത്തരത്തിൽ പോർട്രേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ഒരു പക്ഷേ ഈ കേരളത്തിൽ നിന്ന് 4 പേർ അവിടെ ആകുന്നു. അതിനുശേഷം അഫ്ഗാനിസ്ഥാനിൽ അവരുണ്ടെന്ന് പറയുന്നു. ഇവരുടെ ഭർത്താക്കന്മാർ യുദ്ധത്തിൽ മരണപ്പെടുന്നു. അതിനുശേഷം ഇവർ 4 പേരും അഫ്ഗാൻ ഗവൺമെന്റിന്റെ ജയിലുകളിലാണെന്ന് പറയുന്നു. പിന്നീട് താലിബാൻ ഭരണം പിടിച്ചെടുത്ത സമയത്ത് ഇവരെ അവിടെ ജയിലിൽ നിന്ന് മോചിതരാക്കി എന്ന് പറയുന്നു. പക്ഷെ ഇന്നും നമുക്കറിയില്ല, നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ്, അതായത് ആ ഇൻസെക്യൂരിറ്റി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഈ വിഷയം പ്രചാരണത്തിൽ വരട്ടെ എന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട്. ഇൻസെക്യൂരിറ്റി പല സമുദായങ്ങളുടെ ഇടയിലും ഇന്നും ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ശരി, അപ്പൊ ഞാൻ ഒറ്റ ചോദ്യം, ഇടുക്കി രൂപതയുടെ ഈ നിലപാട് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അല്ല. രമേശ്, ഞാൻ ചോദിക്കുന്നത്, ഇടുക്കി രൂപത ഇന്നും പറയുന്നതും ഇലക്ഷൻ കഴിഞ്ഞാലും ഇലക്ഷന് മുമ്പും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് വികസനത്തിന്റെ
വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒറ്റ ചോദ്യം രമേശ്, അതായത് ഇടുക്കി രൂപത ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ കാര്യം, ഈ നിലപാട്, അത് BJP ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടിനോടുള്ള ഒരു പിന്തുണ കൂടിയാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇടുക്കി രൂപത അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഏത് സിനിമ കാണിക്കണോ കാണിക്കണ്ടയോ എന്നുള്ളത്. അതിൽ നമ്മൾ ആരും തന്നെ ഇടപെടുന്നതിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കാണിക്കാം, BJPയുടെ തോളിൽ കൊണ്ട് കെട്ടുന്നതും BJPയുടെ തന്ത്രമാണ്, അല്ല വർഗീയതയാണെന്നല്ല കെട്ടുന്നത്. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. ഇതിനകത്തൊരു സഭയുടെ നിലപാട്, ഒരു രാഷ്ട്രീയ ഒരു ചായ്വ് ഇതിനകത്ത് പരോക്ഷമായിട്ട് വായിച്ചെടുക്കേണ്ടതുണ്ടോ? ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? നേരത്തെ പറഞ്ഞത് ഒരുപക്ഷെ ഇതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്ന് ഉയർന്നു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് സ്വാഭാവികമായിട്ട്. അതല്ലാതെ ഒരു ന്യൂനപക്ഷത്തെ കൂടുതൽ അടുപ്പിച്ച് നിർത്തുകയാണ്, അവരുടെ പ്രശ്നങ്ങൾ, ക്രൈസ്തവ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ഞങ്ങളാണ് മനസ്സിലാക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന ഒരു BJP ഉണ്ട്. അവർ ഉയർത്തുന്ന ആശയങ്ങൾക്കൊപ്പമാണ് ഇടുക്കി രൂപതയെങ്കിൽ ഇടുക്കി രൂപത നിൽക്കുന്നത് എന്നുള്ളൊരു സന്ദേശം ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കണോ? മാഡം, ഇതിനകത്ത് ഇടുക്കി രൂപത ഇന്ന് ഈ സിനിമ കാണിച്ച തെറ്റാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നാളെ ഈ ഇടുക്കി രൂപതയല്ലല്ലോ ക്രൈസ്തവ സഭയുടെ അന്തിമ വാക്ക്. നാളെ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, BJP ഇതിനകത്ത് നിന്ന് മുതലെടുക്കുന്നില്ല എന്ന് എന്റെ സുഹൃത്ത് രമേശ് പറഞ്ഞല്ലോ. ഈ കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് BJP കേരള സ്റ്റോറീസ് എന്ന് പറഞ്ഞ് ഈ ഒരു സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചു? അത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇതിനകത്ത് ചെറിയൊരു രാഷ്ട്രീയം ഒളിച്ചിരിപ്പുണ്ട്. ചെറുതല്ല, വലിയ ഒരു വിഘടന രാഷ്ട്രീയം, അതല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയം ഒളിച്ചിരിപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എപ്പോഴും പറയുന്നത് 4 പേര് എന്നാണ് പറയുന്നത്. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതും ആ സിനിമയിലെ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്ന സ്ത്രീ പറയുന്നത് 32,000 സ്ത്രീകൾ കേരളത്തിൽ നിന്ന് ISISലേക്ക് പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് വലിയൊരു കണക്കാണ്, ചെറിയ കണക്കല്ല. 32,000 നിന്ന് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് 4,000? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നിർമ്മാതാവോ സംവിധായകനോ അല്ല. മറ്റൊരു ചർച്ചയാണ്. എനിക്ക് ആ സിനിമയുടെ പ്രസക്തി ഇല്ലായ്മയെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. പക്ഷെ അതൊരു വലിയ ചർച്ചയാണ്. നമുക്ക് തൽക്കാലം അതൊന്ന് ചുരുക്കി ഇടുക്കിയിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. ഒറ്റ കാര്യമുള്ളൂ, കേരള സ്റ്റോറീസ് എന്ന് ഈ സിനിമയ്ക്ക് പേര് കൊടുക്കുന്നതിന് പകരം മഹാരാഷ്ട്ര സ്റ്റോറീസ് എന്നോ ഗുജറാത്ത് സ്റ്റോറീസ് എന്നോ പേര് കൊടുക്കാമായിരുന്നില്ലേ? അപ്പൊ ഇതിന് പിന്നിൽ ഒരു വലിയൊരു രാഷ്ട്രീയമുണ്ട്. കാരണം BJP ഗവൺമെന്റിനെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യയിൽ ഇതുവരെ അവർക്ക് ക്ലച്ച് പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ ലാംഗ്വേജിൽ പറയാൻ ക്ലച്ച് പിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇനി വരുന്നത് അവരുടെ വർഗീയ വിഷം ചീറ്റുന്നത് കർണാടക, കേരള, തമിഴ്നാട് തുടങ്ങിയ തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ മേഖലകളിലേക്ക് ഇവർക്ക് ഇത് വരണമെങ്കിൽ ഇവിടെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മതം മാറ്റി ISISലേക്ക് ജോയിൻ ഇടുക്കി എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായങ്ങളുടെ വോട്ടുകൾ നിർണായകമാകുന്ന ഒരു സ്ഥലമാണ്. ഇത്തരത്തിൽ ഒരു പൾസ് അവിടെ ഉണ്ടെങ്കിൽ അല്പം അധികം വേർക്കേണ്ടി വരില്ലേ? അത് ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും. അപർണ, ഒരിക്കലും ഇല്ല. ഇത് ക്രൈസ്തവ സഭയുടെ കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഇത് ക്രൈസ്തവ സഭയുടെ ഒന്നായുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് വളരെ ബുദ്ധി കുറവുള്ള, അതല്ലെങ്കിൽ ചിന്താശേഷി ഇല്ലാത്ത 1-2 വ്യക്തികളുടെ തീരുമാനപ്രകാരം നടപ്പിലാക്കിയ ഒരു സംഭവമാണെന്നും ഒരൊറ്റപ്പെട്ട സംഭവമാണെന്നും വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അത് അവർ ഉടനടി തിരുത്തുമെന്നും എനിക്ക് പ്രത്യാശയുണ്ട്. പിന്നെ ഈ 4 സ്ത്രീ, ഇപ്പോൾ BJP പ്രതിനിധി ഇവിടെ സംസാരിക്കുന്നത് കേട്ടു, 4 സ്ത്രീകളുടെ കഥയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. 4 സ്ത്രീകളും 32,000 സ്ത്രീകളും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് എന്റെ സുഹൃത്ത് സംഖ്യാശാസ്ത്രത്തെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ സംസാരിക്കുന്നത്. കാരണം നമ്മുടെ അക്കൗണ്ടിലേക്ക് 15,000 രൂപ വരുമെന്നും നമ്മുടെ പെട്രോളിന്റെ വില 50 രൂപയാക്കുമെന്നും ഒക്കെ പ്രഖ്യാപിച്ച പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ. തീർച്ചയായും അദ്ദേഹം സംഖ്യാശാസ്ത്രത്തെ കുറിച്ചുള്ള ഒരു അജ്ഞതയുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു, BJP 300 സീറ്റ് നേടുമെന്നും വലിയ സംസ്ഥാനങ്ങളിൽ വലിയ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയാണ് BJP എന്നും
CPM-ന് സംസാരിക്കാൻ യോഗ്യതയില്ല എന്നുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സംസാരമുണ്ടായി. കേവലം 2 MP-മാരും 2% വോട്ടുമെന്നും പരിഹസിച്ച ആ പാർട്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഇപ്പോൾ ഈ ജനങ്ങൾക്ക് മുമ്പിൽ BJP-യെ നഗ്നരാക്കി നിർത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള വലിയ വിഷയത്തിൽ പെട്ടുഴലുന്ന BJP-ക്ക് പിടിവള്ളിയായി നിൽക്കുന്നത് വർഗീയത മാത്രമാണ്. അവർ എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നത് വർഗീയത പറഞ്ഞുകൊണ്ടും സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ടും മതവിഭജനം ഉണ്ടാക്കിയും കൊണ്ടുമാണ് അവർ എല്ലാ കാലത്തും വോട്ട് പിടിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ സംഘപരിവാറിനെതിരെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയ്ക്ക് അതല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിലൊക്കെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് കേരളത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് കാഴ്ചാശക്തി, തീർച്ചയായിട്ടും ഏത് തരത്തിലാണ് ഭൂരിപക്ഷം ക്രൈസ്തവ ഭൂരിപക്ഷം ഈ വിഷയത്തിനകത്ത് എന്ത് നിലപാടെടുക്കുന്നു എന്നുകൂടി ഇനി വരും സമയങ്ങളിൽ കാണാനിരിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട ഈ സമയം എക്സീഡ് ഒരു 15 സെക്കൻഡ് പറഞ്ഞോളൂ. 15 സെക്കൻഡ് പെട്ടെന്ന് പറയാം. അതായത് ഇപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇതിൽ ഞങ്ങൾ BJP എവിടെയും 4 ആണോ 32,000 ആണോ എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് സിനിമയെ ന്യായീകരിക്കേണ്ട ആവശ്യവുമില്ല. ഞങ്ങൾ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചത് വ്യക്തമായിട്ട് ഒരു അജണ്ട ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് കൂടിയാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഏത് തരത്തിലാണ് പ്രതികരണങ്ങൾ വരിക മറ്റ് സമുദായങ്ങളിൽ നിന്ന് മറ്റ് സഭകളിൽ നിന്നും എന്നെല്ലാം കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. സമയപരിമിതി കൊണ്ടാണ് വീണ്ടും അതിഥികളിലേക്ക് കടക്കാൻ കഴിയാത്തത്. രമേശ് മനത്ത്, അജി കുര്യാക്കോസൊപ്പം ഷമീർ TP ഈ ചർച്ചയ്ക്കൊപ്പം പങ്കെടുത്തതിന് ഏറെ നന്ദി. പൂർണ്ണമാകുന്നു ഗൾഫ് 18. നമസ്കാരം.